നമ്മളെ അബ്രഹാമും പുതിയ വിശ്വാസികളും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയാണ് നമ്മൾ അബ്രഹാമിന്റെ സന്തതികളായത്, അബ്രഹാമിന്റെ വാഗ്ദത്വവുമായി നമുക്കുള്ള ബന്ധം എന്താണ്, അല്ലെ എങ്ങനെയാണ് നമ്മൾ അബ്രഹാമിന്റെ വാഗ്ദത്വവുമായി ബന്ധപ്പെട്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാനായിട്ട് കർത്താവിൽ നമ്മളെ ആശ്രയിച്ച് നമ്മളെ ആയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ അബ്രഹാമിന്റെ ഉടമ്പടിയെ കുറിച്ച്, അബ്രഹാമിനെ കുറിച്ചൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ചു. അബ്രഹാമിന്റെ ഉടമ്പടിക്ക് 2 തലങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ ഇന്ന് ചിന്തിച്ചു. ഇന്ന് നമ്മൾ വീണ്ടും ഒരു രീതിയിൽ പറഞ്ഞാൽ അബ്രഹാമിനെ കുറിച്ചും അബ്രഹാമിന്റെ ഉടമ്പടിയെ കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നുള്ളത് കൊണ്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ നമ്മൾ ഇന്ന് വീണ്ടും ആവർത്തിക്കുവാനിടയുണ്ട്. അതുകൊണ്ട് രണ്ടാമത് വീണ്ടും കേൾക്കുമ്പോൾ ഒരു ആവർത്തന വിരസത ഉണ്ടാകില്ല ഞാൻ പ്രതീക്ഷിക്കുന്നു. പുതുതായിട്ട് വന്നിട്ടുള്ളവർക്കും അത് പ്രയോജനപ്പെടുമായിരിക്കുമല്ലോ. നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് നമ്മൾ അടിസ്ഥാനപരമായി എടുക്കുന്ന വാക്യം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ വിഷയം നമ്മൾ എങ്ങനെ അബ്രഹാമിന്റെ മക്കൾ ആയിരിക്കുന്നു, അബ്രഹാമിന്റെ ഉടമ്പടിയുമായി പുതിയ സഭയ്ക്ക് എങ്ങനെയാണ് ബന്ധമുണ്ടായത്, എങ്ങനെയാണ് നമുക്ക് അതിനകത്ത് അവകാശമായിട്ട് വരുന്നത്, എന്തെല്ലാമാണ് നമുക്ക് അവകാശമായിട്ടുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗലാത്യർ 3-6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഒരു അടിസ്ഥാനപരമായ വാക്യമായിട്ട് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അങ്ങനെ വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. ഈ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ആദ്യത്തെ വാചകത്തിൽ നിന്ന് തന്നെ നമുക്കത് പൗലോസ് എഴുതിയതാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള കാര്യം, ഈ ലേഖനം എവിടെ വെച്ച് എന്ന് എഴുതി എന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങളില്ല. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഒരു കൂട്ടം വേദപുസ്തക പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് ഈ ലേഖനം AD 53-നും 57-നും ഇടയ്ക്ക് എഫെസോസിൽ വെച്ചോ മക്കെദോനിയിൽ വെച്ചോ എഴുതപ്പെട്ടത് ആണ്. രണ്ടാമത് വേറൊരു കൂട്ടർ പറയുന്നത് ഈ ലേഖനം ഗലാത്തി എന്ന റോമൻ പ്രവിശ്യയുടെ തെക്ക് ഭാഗത്തുള്ള അന്ത്യോക്യ, ഐക്കോന്യ, ലുസ്ര, ദർബ എന്നീ സ്ഥലങ്ങളിൽ ഉള്ള സഭകൾക്ക് എഴുതിയതാണ് എന്നാണ്. അത് AD 48-ലോ 49-ലോ പൗലോസ് സിറിയയിലെ അന്ത്യോക്യയിലായിരുന്നപ്പോൾ എഴുതപ്പെട്ടു എന്നും അദ്ദേഹം സിറിയയിലെ അന്ത്യോക്യയിലോ കൊരിന്തിലോ ആയിരുന്നപ്പോൾ AD 51-ലോ 53-ലോ ആണ് ഈ ലേഖനം എഴുതിയതെന്ന് അഭിപ്രായം ഉണ്ട്. ഈ 3 അഭിപ്രായങ്ങളും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ചിന്തിച്ചാൽ AD 51-നും 57-നും ഇടയിലാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത് എന്ന് മാത്രമല്ല, ഒന്നിൽ അത് എഫെസോസിൽ വെച്ചാകാം, അല്ലെങ്കിൽ കൊരിന്തിൽ വെച്ചാകാം, അല്ലെങ്കിൽ അന്ത്യോക്യയിൽ വെച്ചാകാം ഈ ലേഖനം എഴുതപ്പെട്ടത്. അപ്പൊ ലേഖനം എന്ന് എഴുതി എന്നുള്ളത് നമുക്ക് അത്രയൊരു വിഷയമല്ല. ബൈബിൾ ക്ലാസ് ആണ്, ഞാൻ ഇൻട്രൊഡക്ഷൻ അങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അധികമായിട്ട് നമ്മൾ നിൽക്കുന്നില്ല. എന്നാൽ ലേഖനത്തിന്റെ പശ്ചാത്തലം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലേ നമുക്ക് വാക്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഇതിന്റെ പശ്ചാത്തലം ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പല ജീവിത രീതികൾ പുതിയ വിശ്വാസികൾക്കും ബാധകമാണ് എന്ന് ആദ്യ നൂറ്റാണ്ടിലെ യഹൂദ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നു. യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് യഹൂദന്മാരായിരുന്നു. അത് നമ്മൾ ഒരിക്കലും മിസ്സായി പോകാരുതാത്ത ഒരു പോയിന്റാണ്. യഹൂദ ക്രിസ്ത്യാനികൾ അവർ ക്രിസ്ത്യാനികളായതിനു ശേഷവും അവർ യഹൂദന്മാരായിട്ട് തന്നെയാണ് ജീവിച്ചത്. ക്രിസ്തീയ വിശ്വാസം ഉണ്ടാകുകയും യേശു ക്രിസ്തുവിനെ മശിഹയായി അവരെ സ്വീകരിക്കുകയും ചെയ്തു, അല്ലെങ്കിൽ കർത്താവായിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്നതാണ് വ്യത്യാസം. അല്ലാതെ എല്ലാ കാര്യത്തിലും അവർ യഹൂദന്മാരായിട്ട് തന്നെയാണ് ജീവിച്ചത്. തെളിവുകൾ ധാരാളം വേദപുസ്തകത്തില് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആണ് പൗലോസ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുക. നമുക്ക് അതിലേക്ക് പിന്നീട് വരുന്നുണ്ട്. നമ്മൾ തിമോത്തിയോസിനെ പരിച്ഛേദനയിലേക്ക് ഒന്ന് കയറി ഇറങ്ങി പോകുന്നുണ്ട്. ഈ തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നത് പൗലോസ് ജാതികളുടെ അപ്പോസ്തലനാണ് ഞാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുവാൻ തുടങ്ങിയതിന് ശേഷമാണ് തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ പറഞ്ഞങ്ങ് പോയേക്കാം, വീണ്ടും നമ്മൾ തിമോത്തിയോസിലേക്ക് വരാതിരിക്കാം. തിമോത്തിയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലാണ്. ജാതികളുടെ അപ്പോസ്തലനാണ് താനെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നത് 13-ാം അധ്യായത്തിലാണ്. എന്നാൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള യഹൂദ രീതികൾ ജാതികളിൽ നിന്നും രക്ഷയിലേക്ക് വരുന്നവർക്ക് ആവശ്യമില്ല എന്ന്
അപ്പോസ്തലന്മാരും പൗലോസും തീരുമാനിച്ചിരുന്നു. അത് അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായത്തിൽ 1-ാമത്തെ എരിശിലേം കൗൺസിലാണ്. അപ്പൊ അതിനൊക്കെ ശേഷമാണ് തിമോഥെയോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്നത്. പൗലോസിന്റെ ഒരു സുവിശേഷ പ്രവർത്തനത്തിന്റെ ശൈലി നമ്മൾ ഇത് പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. ശൈലി എന്ന് പറയുന്നത് പൗലോസ് ഏത് സ്ഥലത്തും ആദ്യം ചെല്ലുമ്പോൾ പൗലോസ് താൻ ജാതികളുടെ അപ്പോസ്തലനാണ് എന്ന് പറഞ്ഞതിന് ശേഷവുമുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. പൗലോസ് ഏത് സ്ഥലത്തും ആദ്യം ചെല്ലുമ്പോൾ ആദ്യം യഹൂദ ക്രിസ്ത്യാനികളോടാണ്, അല്ലെങ്കിൽ യഹൂദന്മാരുടെ ദേവാലയത്തിലാണ് ആദ്യം പൗലോസ് ചെല്ലുന്നത്. യഹൂദന്മാരുടെ സിനഗോഗുകളുണ്ടെങ്കിൽ അവിടെയാണ് പൗലോസ് ആദ്യം സന്ദർശിക്കുന്നത്. അങ്ങനെ യഹൂദന്മാരുടെ സിനഗോഗിൽ ചെന്നിട്ട് യേശു ക്രിസ്തു പഴയ നിയമപ്രകാരം ഉള്ള പ്രവാചകന്മാര് പ്രവചിച്ചനുസരിച്ചുള്ള മശിഹയാണെന്ന് തിരുവെഴുത്തുകളനുസരിച്ച്, അന്നത്തെ തിരുവെഴുത്ത് എന്ന് പറയുന്നത് പഴയ നിയമമാണ്, അതനുസരിച്ച് അത് തെളിയിക്കുവാനായിട്ട് പൗലോസ് ശ്രമിക്കും. കുറച്ച് യഹൂദന്മാരെ സ്വീകരിക്കും, കൂടുതൽ പേരും സ്വീകരിക്കത്തില്ല. പൗലോസ് അവിടെ വിട്ടിട്ട് പിന്നീട് ജാതികളിലേക്ക് പോകും. ഇത് പൗലോസിന്റെ മിഷണറി പ്രവർത്തനം എവിടെയെല്ലാം നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ഇതേ ശൈലിയിൽ തന്നെയാണ് പൗലോസ് പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അപ്പൊ ഈ പൗലോസ് ഗലാത്യയിലേക്ക് വന്നപ്പോൾ, ഗലാത്യ ഏരിയയിലെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായി. അവിടെ യഹൂദന്മാരായിരിക്കുന്ന ക്രിസ്ത്യാനികൾ ഗലാത്യയിൽ വന്നിട്ട് 2 കാര്യങ്ങൾ പൗലോസിനെതിരെ ആരോപണമായിട്ട് ഉന്നയിച്ചു. ഒന്ന്, പൗലോസ് പരിച്ഛേദന കഴിപ്പിക്കുന്നില്ല, ജാതികളിൽ നിന്ന് വന്നവർ പരിച്ഛേദന ഏൽക്കണ്ട എന്ന് പൗലോസ് പറയുന്നു. ഇത് ജാതികളിൽ നിന്ന് വന്നവർ പെട്ടെന്ന് സുവിശേഷത്തോട് ആകർഷിക്കപ്പെടാൻ വേണ്ടി, ആണിനെ കൂട്ടാൻ വേണ്ടി പൗലോസ് ചെയ്യുന്നൊരു വേലയാണ്. അതുകൊണ്ട് വിശ്വാസികൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ പരിച്ഛേദന ഏൽക്കണമെന്ന് യഹൂദ ക്രിസ്ത്യാനികൾ വന്ന് ഗലാത്യയിൽ വന്ന് പറഞ്ഞു. രണ്ടാമത് അവരുടെ ആരോപണം പൗലോസ് അപ്പോസ്തലനല്ല എന്നുള്ളതാണ്. അപ്പോൾ പൗലോസ് ശിഷ്യന്മാരിൽ ഒരുവനല്ല, അപ്പോസ്തലനല്ല. ഈ 2 ആരോപണങ്ങളും പൗലോസിന്റെ ശുശ്രൂഷയിൽ ആദിയോടന്തം തുടർന്നു പോന്നിരുന്ന ആരോപണങ്ങളാണ്. യഹൂദ ക്രിസ്ത്യാനികൾ കുറേ നടന്ന് പൗലോസിനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന 2 ആരോപണങ്ങളാണ്. ഇത് പൗലോസ് അപ്പോസ്തലനാണെന്നും അതിന്റെ ആധികാരികത എന്താണെന്നും പൗലോസ് പറയുന്നുണ്ട്. അത് നമുക്ക് ഇവിടെ വിഷയമല്ലാത്തത്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ പരിച്ഛേദന ഏൽക്കണ്ട എന്ന് പൗലോസ് പറഞ്ഞത് തെറ്റാണെന്ന് അവർ പറഞ്ഞതും പൗലോസ് അതിനുള്ള വിശദീകരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ലേഖനത്തിന്റെ പശ്ചാത്തലമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പൗലോസ് പരിച്ഛേദന ഏൽക്കണ്ട എന്ന് ശക്തമായി തന്നെ പഠിപ്പിച്ചിരുന്നു. അതിൽ ഗലാത്യയിലെ വിശ്വാസികളെ യഹൂദ ജീവിത രീതികളിൽ നിന്നും മാറ്റി നിർത്തുക എന്നത് പൗലോസിന്റെ ഒരു രീതിയായിരുന്നു. ഗലാത്യയിൽ മാത്രമല്ല, ജാതികളിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നവരെ യഹൂദ ജീവിത മര്യാദകളിൽ നിന്നും മാറ്റി നിർത്തുക, പരിച്ഛേദന മാത്രമല്ല എല്ലാ ജീവിത മര്യാദകളിൽ നിന്നും മാറ്റി നിർത്തി ക്രിസ്തുവിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിൽ അവരെ മുന്നോട്ട് നടത്തുക എന്നത് പൗലോസിന്റെ രീതിയായിരുന്നു. അങ്ങനെ ഈ ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികൾ യഹൂദന്മാരുമായി ബന്ധമുണ്ടാകേണ്ട കാര്യമില്ല, അവരുടെ മര്യാദകളുമായി, അവരുടെ ന്യായപ്രമാണവുമായി ബന്ധമുണ്ടാകേണ്ട കാര്യമില്ല എന്ന് ശക്തമായി പൗലോസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗലാത്യയിലാണ് ഈ വലിയൊരു ഇഷ്യൂ ഉണ്ടാകുന്നത്. ഈ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ഈ ഗലാത്യയിലേക്ക് എഴുതിയ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുകയാണ്, നമ്മൾ ക്രിസ്തീയ വിശ്വാസികൾ അബ്രഹാമിന്റെ മക്കളാണ്. അത് തെളിയിക്കുവാൻ പൗലോസ് ശ്രമിക്കുകയാണ്. എന്തിനാണ് പൗലോസ് അത് തെളിയിക്കുന്നത്? യഹൂദന്മാരുമായിട്ടൊരു ബന്ധവും ആവശ്യമില്ലാതെ പൗലോസ് പറയുന്നു, പരിച്ഛേദന ആവശ്യമില്ലാതെ പൗലോസ് പറയുന്നു, അവരുടെ മര്യാദകൾ അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു, ന്യായപ്രമാണം അനുസരിക്കേണ്ട ആവശ്യമില്ല എന്ന് പൗലോസ് പറയുന്നു. അതിനുവേണ്ടി പൗലോസ് വാദിക്കുന്നു. അതേ പൗലോസ് തന്നെ ഈ വിഷയത്തിൽ വളരെ കറക്കമുണ്ടായ ഗലാത്യയിൽ എഴുതുന്ന ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുകയാണ്, ക്രിസ്തീയ വിശ്വാസികൾ അബ്രഹാമിന്റെ മക്കളാണ്. എന്തിനാണ് പൗലോസ് ക്രിസ്തീയ വിശ്വാസികളെ അബ്രഹാമുമായിട്ട് ബന്ധിപ്പിക്കുന്നത്? അബ്രഹാം പഴയ നിയമത്തിലെ ഒരു വിശ്വാസി ആണല്ലോ. ഇതാണ് നമ്മൾ ഇന്ന് ആക്ച്വലി ചിന്തിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത്. റോമർക്കെതിരെ 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നതനുസരിച്ച് ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകും. ഇതാണ് പൗലോസ് റോമർക്കെതിരെ 8:14 പറയുന്നത്. ദൈവാത്മാവ് നടത്തുന്നവരെല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. അങ്ങനെ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മൾ, പൗലോസ് വീണ്ടും പറയുകയാണ്, അബ്രഹാമിന്റെ മക്കളും കൂടെ ആണ്.
അപ്പൊ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമ്മൾ, ദൈവത്താൽ നടത്തപ്പെടുന്ന നമ്മൾ, അബ്രഹാമിന്റെ മക്കൾ എന്ന് പൗലോസ് പറയുന്നത്? എന്തിനാ പൗലോസ് ആ ഉത്സാഹം കാണിക്കുന്നത്? എന്തിനു വേണ്ടിയാണെന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. നമുക്ക് പുറകോട്ട് പോയിട്ട് നമുക്ക് ഈ വിഷയം പഠിച്ചെങ്കിലേ നമുക്ക് ഈ വിഷയം മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം, 15-ാമത്തെ അധ്യായം, 22-ാമത്തെ അധ്യായം, ഈ വേദഭാഗങ്ങളിലാണ് ദൈവം അബ്രഹാമിനോട് ഒരു ഉടമ്പടി ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. നമ്മൾ അബ്രഹാമിന്റെ ഉടമ്പടിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം 12-ാമത്തെ അധ്യായത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി ഉണ്ടാകുന്നത്. പിന്നെ അതേ ഉടമ്പടി ആവർത്തിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് 3 സംഭവങ്ങൾ പറഞ്ഞത് പ്രധാനപ്പെട്ട 3 സംഭവങ്ങളാണ്. ഇടയ്ക്കൊക്കെ ദൈവം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ആ സമയത്ത് എല്ലാ ഉടമ്പടിയുടെ വിശദാംശങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഓരോ പ്രാവശ്യവും ദൈവം ചില കാര്യങ്ങൾ ഈ ഉടമ്പടിയുടെ വിശദാംശങ്ങളായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങിയ ഉടമ്പടിയോട് ചില വിശദാംശങ്ങൾ പിന്നെയും കൂട്ടിച്ചേർക്കുന്നത് ഉണ്ട്. വേദപുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ 3 രീതികളാണ് പഠിക്കുന്നത്. ശാസ്ത്രീയമായി വേദപുസ്തകം പഠിക്കാനുള്ള, ദൈവശാസ്ത്രപരമായി വേദപുസ്തകം പഠിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന 3 രീതികളാണ്. ഒന്ന് ഡിസ്പെൻസേഷണൽ തിയോളജി എന്ന് പറയും. അതാണ് സാധാരണ നമ്മൾ കേരളത്തിൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഡിസ്പെൻസേഷണൽ തിയോളജിയാണ്. ഈ മനുഷ്യന്റെ ചരിത്രത്തെ 7 യുഗങ്ങളായി തിരിച്ചിട്ട് ഓരോ യുഗത്തിനും അതിൻ്റെതായ പ്രമാണമുണ്ട് എന്നൊക്കെ പഠിപ്പിക്കുന്നതാണ് ഡിസ്പെൻസേഷണൽ തിയോളജി. ഏറ്റവും കോമൺ ആയിട്ടുള്ള തിയോളജി അതാണ്. രണ്ടാമത്തെ ഒരു തിയോളജി എന്ന് പറയുന്നത് കവനന്റ് തിയോളജിയാണ്, അല്ലെങ്കിൽ ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്ന് തന്നെ വിളിക്കും. ഉടമ്പടിയുടെ ദൈവശാസ്ത്രം എന്ന് പറയുമ്പോൾ ഉടമ്പടികളുടെ അടിസ്ഥാനത്തിലാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം നിർവചിക്കപ്പെടുന്നത്. ഓരോ ഉടമ്പടികളും ഓരോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് എന്നൊക്കെയുള്ള ശാസ്ത്രമാണ് ഈ ഉടമ്പടികളുടെ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. മൂന്നാമത് മറ്റൊരു ദൈവശാസ്ത്രം നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ദൈവശാസ്ത്രം കിങ്ഡം തിയോളജിയാണ്, ദൈവരാജ്യത്തിന്റെ ദൈവശാസ്ത്രമാണ്. ഈ 3 മാർഗവും ഏത് ദിവസവും പഠിക്കാൻ നല്ലതാണ്. 3-ന് തെറ്റൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. സാധാരണ കേരളത്തിൽ നമ്മുടെ ഡിസ്പെൻസേഷണൽ തിയോളജി മാത്രം, അല്ലെങ്കിൽ യുഗങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പഠനം മാത്രമേ നമ്മൾ നടത്തുന്നുള്ളൂ എന്നുള്ളത് നമ്മുടെ പഠനത്തിന്റെ വലിയൊരു ന്യൂനതയാണ്, വലിയൊരു പോരായ്മയാണത്. ഈ 3 മാർഗങ്ങളും ഒരുമിച്ച് ചേർത്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മുടെ ഈ കവനന്റ് തിയോളജി അല്ലെങ്കിൽ ഉടമ്പടിയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ഉള്ള ചില ചിന്തകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ 3 ദൈവശാസ്ത്ര പഠന രീതിക്കും ചില പരിമിതികളുണ്ട്, ചില നല്ല വശങ്ങളുമുണ്ട്. മനുഷ്യൻ സൃഷ്ടിക്കുന്നതിന് എല്ലാത്തിനും ചില പരിമിതികളുണ്ടാകും, ചില നല്ല വശങ്ങൾ ഉണ്ടാകും, നമുക്കറിയാമല്ലോ. ഉടമ്പടിയുടെ തിയോളജി അനുസരിച്ച്, അല്ലെങ്കിൽ ഉടമ്പടിയുടെ ദൈവശാസ്ത്രം അനുസരിച്ച് ഉടമ്പടി ആദ്യമായിട്ട് ആരംഭിക്കുന്നത് ഏദൻ തോട്ടത്തിലാണ്. വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുകൊണ്ട് ഞാനത് പറയാം. ഏദൻ തോട്ടത്തിൽ ഉൽപ്പത്തി 2:16-17 വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ വൃക്ഷത്തിൻ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇതാണ് ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായ ഉടമ്പടി, ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത്. ഇനി ഇച്ചിരി വിശദമാക്കി പറയാം, കാരണം അതിന് വേറെ അഭിപ്രായം ഉണ്ട് അതിനോട് ചേർന്നല്ല. ദൈവം ആദ്യമായിട്ട് സുവിശേഷം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് സുവിശേഷം പറയുന്നത്. സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തലയെ തകർക്കുമെന്നുള്ളതാണ് സുവിശേഷം. അതാണ് ദൈവിക പദ്ധതി. ഇതിനെ നമ്മൾ പക്ഷെ സുവിശേഷം എന്നല്ല വിളിക്കുന്നത്, നമ്മൾ പ്രോട്ടോ ഗോസ്പൽ അല്ലെങ്കിൽ ആദ്യ സുവിശേഷമെന്നോ ആദിമ സുവിശേഷമെന്നോ ഒക്കെയാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. കാരണം അതിന് വിശദാംശങ്ങളില്ല, അതിനകത്ത് ഒരു വീണ്ടെടുപ്പ് പദ്ധതി അതോടെ ആരംഭിച്ചില്ല. ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ ഒരു വീണ്ടെടുപ്പ് പദ്ധതി ആരംഭിച്ചില്ല. ഈ വീണ്ടെടുപ്പ് പദ്ധതിയുടെ വിശദാംശങ്ങളില്ല. എന്നാൽ ഈ സുവിശേഷം ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു, സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തലയെ തകർക്കും. അതുകൊണ്ട് അതിനെ നമ്മൾ പ്രോട്ടോ ഗോസ്പൽ അല്ലെങ്കിൽ ആദ്യ സുവിശേഷം, ആദിമ സുവിശേഷം എന്നൊക്കെയാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ ദൈവം ആദ്യം ചെയ്ത ഉടമ്പടി, നമ്മൾ നേരത്തെ വായിച്ച ഉടമ്പടി എന്ന് പറയുന്നത്,
നമ്മൾ വായിച്ചോളത്, യഹോവയായ ദൈവം മനുഷ്യരോട് കൽപ്പിച്ചെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നുള്ള ആ ഉടമ്പടി ഒരു ആദിമ ഉടമ്പടിയാണ്. അതിനകത്ത് വലിയ വിശദാംശങ്ങളോ ഉടമ്പടിയുടെ വലിയ വിശദാംശങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് ആ ഉടമ്പടിയെ ഒന്നാമത്തെ ഉടമ്പടിയായിട്ട് ചില ദേവദാസന്മാർ അതിൽ ഭൂരിപക്ഷം ദേവദാസന്മാരും അതിന് ഒന്നാമത്തെ ഉടമ്പടിയായിട്ട് കണക്കാക്കുന്നില്ല. അവർ ഒന്നാമത്തെ ഉടമ്പടിയായിട്ട് ഭൂരിപക്ഷം ദേവദാസന്മാരും കണക്കാക്കുന്നത് അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയാണ്. നമ്മൾ ഇനി ഉടമ്പടികളെ എല്ലാം മനുഷ്യന്റെ പേര് ചേർത്താണ് വിളിക്കുന്നത്. സാധാരണ എങ്ങനെയാണ് വിളിക്കുന്നത്? അബ്രഹാമിന്റെ ഉടമ്പടി, മോശയുടെ ഉടമ്പടി, ദാവീദിന്റെ ഉടമ്പടി എന്നിങ്ങനെ നമ്മൾ വിളിക്കുന്നത്. പക്ഷെ നമ്മളങ്ങനെ വിളിക്കുന്നെങ്കിലും ഇതൊന്നും അബ്രഹാം ഉണ്ടാക്കിയ ഉടമ്പടിയല്ല, മോശ ഉണ്ടാക്കിയ ഉടമ്പടിയല്ല, ദാവീദ് ഉണ്ടാക്കിയ ഉടമ്പടിയല്ല. ഇതെല്ലാം ദൈവം ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. ദൈവം മനുഷ്യനുമായി ഉണ്ടാക്കിയ ഉടമ്പടിയാണ്. ഉടമ്പടി രൂപീകരിച്ച ദൈവമാണ്, കൽപ്പിച്ച ദൈവമാണ്, പ്രഖ്യാപിച്ച ദൈവമാണ്, എല്ലാം ദൈവമാണ് ചെയ്തത്. എന്നാൽ ഓരോരുത്തരോട് ചെയ്ത ഉടമ്പടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ അബ്രഹാമിന്റെ ഉടമ്പടി നമ്മൾ ഇനിയും പറയാനായിട്ട് പോകുന്നത്. അബ്രഹാമിന്റെ ഉടമ്പടിക്കും ആദവുമായി ചെയ്ത ഉടമ്പടിക്കും, അല്ലെങ്കിൽ ഒന്നാമത്തെ ഉടമ്പടി, അല്ലെങ്കിൽ അതിന് ഒന്നാമത്തെ ഉടമ്പടിയെ കണക്കാക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ആദിമ ഉടമ്പടി എന്ന് നമുക്ക് അതിനെ വിളിക്കാം. ഈ രണ്ട് ഉടമ്പടികൾക്കും ഇടയിൽ ഒരു ഉടമ്പടി ഉണ്ട്. അതാണ് നോഹയുടെ ഉടമ്പടി. നോഹയുടെ ഉടമ്പടി നമ്മൾ വായിക്കുന്ന 38:22 ഭൂമിയുള്ള കാലത്തുള്ളവും വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നു പോകയില്ല. ഈ ഉടമ്പടി പ്രകാരമാണ് കോമൺ ഗ്രേസ് എന്ന് വിളിക്കുന്ന, പൊതുവായ ദൈവകൃപ എന്ന് വിളിക്കുന്ന ഒരു ഉടമ്പടി അതിൻ്റെതായ അനുഗ്രഹങ്ങളും ഈ ഭൂമിയിൽ നിലനിന്നത്. എന്ന് പറഞ്ഞാൽ കോമൺ ഗ്രേസ്, പൊതുവായിട്ടുള്ള ദൈവകൃപ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഈ ദൈവകൃപ ലഭ്യമാണ്. അതാണ് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത്. അത് വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും കർത്താവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതെല്ലാം തന്നെ ലഭിക്കും. ദൈവത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഇതെല്ലാം ലഭിക്കും. ഇതിനെ ആണ് നമ്മൾ നോഹയുടെ ഉടമ്പടി എന്ന് വിളിക്കുന്നത്. നോഹയുടെ ഉടമ്പടി പ്രകാരം ഒരു 7 വ്യവസ്ഥകളുള്ള, നമ്മുടെ 10 കൽപ്പന പോലത്തെ ഒരു വ്യവസ്ഥകളുള്ള ഒരു പ്രമാണമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം ഈ ആദാമിന്റെ ഉടമ്പടി, നോഹയുടെ ഉടമ്പടി, ഈ നോഹയുടെ ഉടമ്പടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇന്നും അങ്ങനെ തന്നെ തുടരുകയാണ്. ഭൂമിയുള്ള കാലത്തോളം ഇത് അങ്ങനെ തന്നെ തുടരും. അങ്ങനെയാണ് ഉടമ്പടിയുടെ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഭൂമിയുള്ള കാലത്തോളം ഈ ഉടമ്പടി വ്യവസ്ഥകൾ അങ്ങനെ തന്നെ തുടരും. അതിന്റെ അർത്ഥം ഉടമ്പടികൾ ഒരിക്കലും റദ്ദാക്കപ്പെടുന്നില്ല, ഉടമ്പടികൾ ക്യാൻസൽ ചെയ്യുന്നില്ല. നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ ചില ചിന്തകളുണ്ട്, ഉടമ്പടി നീങ്ങിപ്പോകുന്നൊക്കെ ചിന്തകളുണ്ട്. തെറ്റാണ്. നമുക്ക് ഉടമ്പടിയെ പറ്റി അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഒരു ഉടമ്പടിയും റദ്ദാക്കപ്പെടുന്നില്ല, ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. ഈ ഭൂമിയിൽ എത്ര ദുഷ്ടത കൊണ്ടെന്ന് പറഞ്ഞാലും ഈ ഭൂമി ഉള്ളിടത്തോളം കാലം നോഹയുടെ ഉടമ്പടി അങ്ങനെ തന്നെ നിലനിൽക്കും. എന്നാൽ നോഹയുടെ ഉടമ്പടിയോട് മനുഷ്യന്റെ വീണ്ടെടുപ്പിന്റെ ദൈവിക പദ്ധതി ആരംഭിച്ചില്ല. ഇത് കോമൺ ഗ്രേസ് ആണ്, പൊതുവായിട്ടുള്ള ദൈവകൃപയാണ്. മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള ദൈവിക പദ്ധതി ആരംഭിക്കുന്നത് അബ്രഹാമിലാണ്. അതുകൊണ്ടാണ് ഭൂരിപക്ഷ ദേവദാസന്മാരും അബ്രഹാമിന്റെ ഉടമ്പടിയെ ഒന്നാമത്തെ ഉടമ്പടിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അബ്രഹാമിന്റെ ഉടമ്പടിയാണ് ഒന്നാമത്തെ ഉടമ്പടി, അങ്ങനെയാണ് ഭൂരിപക്ഷം ദേവദാസന്മാരും കണക്കാക്കുന്നത്. ഇനി ആരെങ്കിലും ആദാമിന്റെ ഉടമ്പടിയാണ് ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാലും നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല, അങ്ങനെ വേണേലും പറയാവുന്നതേ ഉള്ളൂ. പക്ഷെ ദൈവിക പദ്ധതി, മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള, ദൈവരാജ്യം പുനഃസ്ഥാപിക്കുവാനുള്ള, ആദമിലൂടെ നഷ്ടപ്പെട്ടു പോയ ദൈവരാജ്യം പുനഃസ്ഥാപിക്കുവാനുള്ള ദൈവിക പദ്ധതി പ്രാവർത്തികമായി ആരംഭിക്കുന്നത്, ആ പദ്ധതി പ്രാവർത്തികമായി ആരംഭിക്കുന്നത് അബ്രഹാമിൽ നിന്നാണ്. അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അബ്രഹാമിനൊരു ദേശം കൊടുക്കാമെന്ന് പറഞ്ഞ് അബ്രഹാമിനെ യാത്രയായി പുറപ്പെടുവാൻ തുടങ്ങുന്നത് മുതലാണ്, അങ്ങനെ അബ്രഹാമായി ചെയ്യുന്ന ഉടമ്പടി മുതലാണ് ദൈവത്തിന്റെ മനുഷ്യരെ വീണ്ടെടുക്കുവാനുള്ള, ദൈവരാജ്യം പുനഃസ്ഥാപിക്കുവാനുള്ള അവന്റെ പദ്ധതി ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അബ്രഹാമിന്റെ ഉടമ്പടി മുതൽ ഉടമ്പടികളെ കുറിച്ചുള്ള പഠനം ആരംഭിക്കുന്നത്. രക്ഷയും നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവും ദൈവരാജ്യത്തിന്റെ അവകാശവും എല്ലാം അതുകൊണ്ട് തന്നെ അബ്രഹാമുമായിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. അബ്രഹാമിലാണ് ഈ പദ്ധതി ആരംഭിക്കുന്നത്, അബ്രഹാമിൽ ആണ് രക്ഷ ആരംഭിക്കുന്നത്,
ആരംഭിക്കുന്നത്. അബ്രഹാമിലാണ് നീതീകരണം ആരംഭിക്കുന്നത്. അബ്രഹാമിലാണ് വിശുദ്ധീകരണവും വേർപാടും ആരംഭിക്കുന്നത്. അബ്രഹാമിലാണ് തേജസ്കരണത്തിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതി ആരംഭിക്കുന്നത്. ദൈവരാജ്യത്തിന്റെ അവകാശം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പദ്ധതി ആരംഭിക്കുന്നത് അബ്രഹാമിലാണ്. അതാണ് അബ്രഹാമിന്റെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഉടമ്പടികളൊന്നും റദ്ദാക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഉടമ്പടി റദ്ദാക്കാനായിട്ട് സാധ്യമല്ല. ഉടമ്പടി റദ്ദാക്കണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിലെ ഏതെങ്കിലും ഒരാളെ മരിക്കണം. ഉടമ്പടി ചെയ്യുന്ന ആള് മരിക്കണം. ഈ അബ്രഹാമായിട്ടുള്ള ഉടമ്പടിയുടെയൊക്കെ പ്രത്യേകത, അബ്രഹാമിനകത്ത് വലിയ പാർട്ടൊന്നുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. ദൈവമാണ് ഉടമ്പടി പ്രഖ്യാപിച്ചത്, ദൈവമാണ് ഉടമ്പടി ഉറപ്പിച്ചത്. അബ്രഹാം ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് ഇല്ല. അതുകൊണ്ട് അങ്ങനെ അബ്രഹാമിന്റെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഉടമ്പടികൾക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ല. എന്താണ് ഈ ദൈവ മനുഷ്യൻ നമ്മൾ ഉടമ്പടി, അതിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എങ്കിലേ അതിനെ പറ്റിയുള്ള ഗൗരവം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഉടമ്പടികള്, അന്നത്തെ ഉടമ്പടികള്, അന്നൊരു ഉടമ്പടി നിലനിന്നിരുന്നു. അന്നത്തെ മധ്യപൂർവ്വ ദേശത്തിൽ ഉടമ്പടി നിലനിന്നത് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനെ വിളിക്കുന്നത് സൂസറിൻറ്റി ഉടമ്പടി എന്നോ സൂസറിൻ ഉടമ്പടി എന്നോ വിളിക്കാം. നമുക്കതിനെ സൂസറിൻറ്റി ഉടമ്പടി എന്ന് വിളിക്കാം, സൂസറിൻ ഉടമ്പടി എന്നും നമുക്കതിനെ വിളിക്കാം. ഈ ഉടമ്പടിയുടെ മാതൃകയിലാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി ചെയ്തത്. ദൈവം ഈ ഉടമ്പടി എന്ന് പറയുന്ന സംവിധാനവും ഉടമ്പടി വ്യവസ്ഥകളും ദൈവം പ്രത്യേകം കണ്ടുപിടിച്ചുകൊണ്ട് വന്നതല്ല. മനുഷ്യനറിയാവുന്ന, മനുഷ്യന് പരിചയമുണ്ടായിരുന്ന, അന്ന് മനുഷ്യന്റെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായത്തെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. അങ്ങനെയാണ് ദൈവം പല കാര്യങ്ങളും ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവം അങ്ങനെയാണ്. അതിന് ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ ഇത് മനസ്സിലാകണം എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഉദാഹരണം കണ്ടുപിടിക്കാൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ മനുഷ്യൻ ഇത് മനസ്സിലാകണം എന്നാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇനി സൂസറിൻറ്റി ഉടമ്പടി അല്ലെങ്കിൽ സൂസറിൻ ഉടമ്പടി എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു. ഈ സൂസറിൻ എന്ന് പറയുന്നത് ഒരു വലിയ രാജ്യത്തെ രാജാവാണ്, ഒരു ചക്രവർത്തിയാണ്, ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് നമ്മൾ സൂസറിൻ എന്ന് അക്കാലത്ത് വിളിച്ചിരുന്നത്. ഈ സൂസറിൻ എന്ന് പറയുന്ന വലിയ ചക്രവർത്തിയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഒരു ചെറിയ രാജ്യവും അവിടുത്തെ രാജാവും അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ള ഉടമ്പടിയെയാണ് സൂസറിൻ ഉടമ്പടി അല്ലെങ്കിൽ സൂസറിൻറ്റി ഉടമ്പടി എന്ന് വിളിക്കുന്നത്. ഒരു വലിയ ചക്രവർത്തി, അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ആശ്രിത രാജ്യം ഉണ്ടാവും. ആശ്രിത രാജ്യം എന്ന് പറയുമ്പോൾ കപ്പം കൊടുക്കുന്ന അല്ലെങ്കിൽ നികുതി കൊടുക്കുന്ന ഒരു രാജ്യത്തെയാണ് നമ്മൾ ആശ്രിത രാജ്യം എന്ന് വിളിക്കുന്നത്. ആശ്രിത രാജ്യത്തിന് കുറച്ച് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, പരിമിതമായ കുറച്ച് സ്വാതന്ത്ര്യമുണ്ട്. ആ രാജ്യത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അതിന്റെ വിദേശ നയങ്ങൾ ഒന്നും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും തന്നെ ഇല്ല. വിദേശ നയങ്ങളെല്ലാം രൂപീകരിക്കുന്നതും അല്ലെങ്കിൽ സൈന്യം എന്ന് പറയുന്നതുമൊക്കെ ആ വലിയ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിന്റെ വകയായിട്ടായിരിക്കും. അപ്പൊ ഇതാണ് ആശ്രിത രാജ്യവും വലിയ രാജ്യവും സാമ്രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം. ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത് എന്നുള്ളത് വിശദമാക്കുന്നതാണ് ഈ സൂസറിൻറ്റി ഉടമ്പടി അല്ലെങ്കിൽ സൂസറൈൻ ഉടമ്പടി എന്ന് പറയുന്നത്. ഈ സൂസറൈൻ ഉടമ്പടി രാജാക്കന്മാരുടെ കാലത്തും അതിനു മുമ്പും നിലനിന്നിരുന്ന ഉടമ്പടിയാണ്. യാക്കോബും ലാബാനും തമ്മിലുള്ള ഉടമ്പടിയും സൂസറിൻ ഉടമ്പടിയുടെ അതേ മാതൃകയിലുള്ള ഉടമ്പടിയാണ് അവർ തമ്മിലുള്ള ഉടമ്പടി. നമുക്ക് പലയിടത്തും തന്നെ കാണുവാനായിട്ട് കഴിയും. ഞാൻ ഒത്തിരി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പം ഇന്നും ഈ രാജ്യങ്ങൾ തമ്മിൽ ഒന്നിലെ പേപ്പർ ഒപ്പിട്ടിരിക്കുന്ന ഉടമ്പടി കാണാം, അല്ലെങ്കിൽ ഒരു പരസ്പര ധാരണയിൽ ഇത്തരം ഉടമ്പടികളൊക്കെ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്രയേൽ തന്നെ പലപ്പോഴും പല സാമ്രാജ്യങ്ങളുടെയും ആശ്രിത രാജ്യമായിരുന്ന് അവർക്ക് കപ്പം കൊടുക്കുകയും ടാക്സ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഇത്തരം ഉടമ്പടികൾ പ്രഖ്യാപിക്കുന്നത് ചക്രവർത്തിയാണ്. ചെറിയ രാജ്യത്തെ ആശ്രിത രാജ്യത്തെ രാജാവിന് ഉടമ്പടി ഒന്നും പ്രഖ്യാപിക്കാനുള്ള അവകാശമോ സ്വാതന്ത്ര്യമോ ഒന്നും തന്നെയില്ല. ചക്രവർത്തി, ആ വലിയ രാജ്യത്തിന്റെ ചക്രവർത്തി ഉടമ്പടി പ്രഖ്യാപിക്കും. ആ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ അദ്ദേഹം പ്രഖ്യാപിക്കും, അതിന്റെ കീഴ്വഴക്കങ്ങൾ പ്രഖ്യാപിക്കും. ഇതെല്ലാം കൃത്യമായിട്ട് ആ രാജാവാണ് പ്രഖ്യാപിക്കുന്നത്. അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ആശ്രിത രാജാവിന് അതിനെ സ്വീകരിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തന്നെ നിരസിക്കാം. നിരസിച്ചാൽ അന്നത്തെ രാജാക്കന്മാരുടെ സംവിധാനം അനുസരിച്ച് നിങ്ങൾക്കറിയാമല്ലോ, വലിയ ചക്രവർത്തിയായിരിക്കുന്ന രാജാവ് ഈ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കും. അത് അവരുടെ ഇടയിലുള്ള രാഷ്ട്രീയപരമായ വിഷയമാണ്. നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് അതല്ല.
ഈ വലിയ രാജ്യത്തിന്റെ ചക്രവർത്തി വലിയ ആളാണ്, ഉയർന്നവനാണ് എപ്പോഴും ഉടമ്പടി പ്രഖ്യാപിക്കുന്നത്, ഉയർന്നവനാണ് അതിന്റെ വ്യവസ്ഥകൾ രൂപീകരിക്കുന്നത്. താഴെയുള്ളവൻ അവൻ ആരാണെങ്കിലും അവനിനെ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം. അവൻ എപ്പോഴും ഇതിനെ സ്വീകരിക്കുന്നുവോ അപ്പോൾ ഈ ഉടമ്പടി നിലവിൽ വരും. അപ്പൊ എപ്പോഴാണ് ഉടമ്പടി നിലവിൽ വരുന്നത്? ആശ്രിത രാജ്യത്തിന്റെ രാജാവോ അവിടുത്തെ ജനങ്ങളും ഉടമ്പടിയുടെ വ്യവസ്ഥകൾ സ്വീകരിക്കുമ്പോൾ ആ ഉടമ്പടി നിലവിൽ വരും. ഉടമ്പടിക്ക് ഒത്തിരി കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങളൊക്കെ പാലിക്കുമ്പോഴല്ല നിലവിൽ വരുന്നത്. എപ്പോൾ നമ്മൾ ആമീൻ എന്ന് പറയുന്നു, എപ്പോൾ ഞാൻ ഇത് സ്വീകരിക്കുന്നു എന്ന് ഒരു വാക്കുകൊണ്ട് ഏറ്റു പറയുന്നു, അപ്പോൾ തന്നെ ഉടമ്പടി നിലവിൽ വരും. അപ്പം ഈ ഉടമ്പടിയുടെ വിശദാംശങ്ങൾ വലിയ ചക്രവർത്തി പ്രഖ്യാപിക്കും, അതിനെ നിർവചിക്കും. എന്നിട്ട് അദ്ദേഹം, ഈ വലിയ ചക്രവർത്തി, അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കും, അദ്ദേഹം ആരാണെന്ന് പറയും. എന്ന് മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ ഈ ആശ്രിത രാജ്യത്തിനു വേണ്ടി വലിയ ചക്രവർത്തി ചെയ്തിട്ടുള്ള വലിയ കാര്യങ്ങൾ, നന്മകൾ, അതിനെക്കുറിച്ചൊരു വലിയൊരു വിശദീകരണമൊക്കെ നടത്തും. ഭാവിയിലും ഇത്തരമുള്ള നന്മകളും അനുഗ്രഹങ്ങളും ചെയ്യാമെന്നാണ് രാജാവ് പറയുന്നത്. അതുകൊണ്ട് ഈ ആശ്രിത രാജ്യം ഈ ചക്രവർത്തിയുടെ അധികാരത്തെ അംഗീകരിക്കണമെന്നാണ് അത് പറയുന്നത്. ഇനി ഇങ്ങനെ ഇവര് ഞങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ആശ്രിത രാജ്യം ഉടമ്പടിയുടെ വ്യവസ്ഥകളെ സ്വീകരിച്ച് കഴിഞ്ഞാല് ഇതിന്റെ രണ്ട് പകർപ്പുണ്ടാക്കും. ഒന്ന് ചക്രവർത്തിയുടെ കയ്യിലിരിക്കും, ഒന്ന് ആശ്രിത രാജാവിന്റെ കയ്യില് ഇരിക്കും. ഇതിന് ആശ്രിത രാജാവാണ് എങ്കിൽ രാജാവും ചക്രവർത്തിയും തമ്മിലാണ് ശരിക്കും വ്യക്തിപരമായിട്ടാണ് ഉടമ്പടി ഉണ്ടാകുന്നത്. എങ്കിൽ തന്നെ ആ രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ ഉടമ്പടിയുടെ ഭാഗമാണ്. ഈ ആശ്രിത രാജാവ് ഈ ഉടമ്പടി വർഷത്തിലെ 1-2 പ്രാവശ്യം ഈ രാജ്യത്തെല്ലാം, അദ്ദേഹത്തിന്റെ രാജ്യത്തെല്ലാം വായിച്ചു കേൾപ്പിക്കും. ആ വായിച്ചു കേൾപ്പിക്കുന്ന അർത്ഥം നമ്മള് ഇങ്ങനെ ഒരു രാജ്യവുമായി, ചക്രവർത്തിയുമായി നമ്മൾ ഒരു ഉടമ്പടി ബന്ധത്തിലാണ്. അത് ജനങ്ങളെല്ലാം ഓർക്കണം. ആ ചക്രവർത്തി നമ്മളെ സഹായിക്കാനുണ്ട്, സംരക്ഷിക്കാനുണ്ട് എന്ന് മാത്രമല്ല, ആ ചക്രവർത്തിയുടെ കൽപ്പനകൾ നമ്മൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഈ ഉടമ്പടിക്ക് ഒരു സാക്ഷി ഉണ്ടായിരിക്കും. ചിലപ്പോൾ മനുഷ്യരെ സാക്ഷി നിർത്തും, ചിലപ്പോൾ ആകാശത്തെ സാക്ഷി നിർത്തും. എനിവേ പൊതുവെ സാക്ഷി എന്ന് പറയുന്നത് ദൈവങ്ങളെ സാക്ഷി നിർത്തും. അങ്ങനെയാണ് അവർ പൊതുവെ ചെയ്യുന്നത്. മനുഷ്യരെയോ ആകാശത്തെയോ സാക്ഷി നിർത്തുക. ഈ മനുഷ്യരെ ആകാശത്തൊക്കെ സാക്ഷി നിർത്തുമ്പോൾ ദൈവം അതിന് പിന്നിൽ ഒരു സാക്ഷിയാണെന്നുള്ളതുകൊണ്ട് ആണ്. ഉടമ്പടി ലംഘിച്ചാൽ ലംഘിക്കുന്ന വ്യക്തിക്ക് ലഭിക്കേണ്ട ശിക്ഷ അത് മരണമാണ്. ആ മരണം നൽകുന്നത് ഈ സാക്ഷിയായി നിൽക്കുന്ന ദൈവമാണ് എന്നായിരുന്നു അവരുടെ ഒരു വിശ്വാസം. ഈ അനുഗ്രഹം അവർക്ക് ലഭിക്കുമെന്നുള്ളതിന്റെ ഉറപ്പും ഈ സാക്ഷിയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു മൃഗത്തെ അവർ, ഒന്നിലധികം മൃഗത്തെയോ അവർ രണ്ടായിട്ട് പിളർക്കും. അബ്രഹാം അങ്ങനെ മൃഗത്തെ പിളർക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ വന്ന് കാണും. അത് യാഗമല്ല, അത് ഈ ഉടമ്പടിയുടെ ഭാഗമായിട്ട് മൃഗത്തെ രണ്ടായിട്ട് പിളർക്കുന്നതാണ്. രണ്ടായിട്ട് പിളർത്ത് മാറ്റി വെച്ചിട്ട് അതിന് നടുക്കൂടൊരു വഴി ഉണ്ടാകും, നടന്നു പോകേണ്ട വഴി ഉണ്ടാകും. അങ്ങനെ വഴി ഇട്ടുകൊണ്ട് രണ്ട് ഭാഗത്തായിട്ട് മൃഗത്തെ പിളർന്ന് മാറ്റി വെക്കും. മൃഗത്തിന്റെ രക്തം ഈ വഴിയിലേക്ക് ഇങ്ങനെ ഒലിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ രണ്ട് രാജാക്കന്മാരും, ചക്രവർത്തിയും ആശ്രിത രാജ്യത്തിലെ രാജാവും, ഈ മൃഗങ്ങളുടെ പിളർപ്പുകളുടെ മധ്യേ അതിന്റെ രക്തത്തിലൂടെ ചവിട്ടിക്കൊണ്ട് അവര് രണ്ടുപേരും തോളോട് തോൾ ചേർന്നുകൊണ്ട് നടക്കണം. അവർ രണ്ടുപേരും തോളോട് തോൾ ചേർന്നുകൊണ്ട് നടന്നുകൊണ്ട് അവർ പറയും, ഈ ഉടമ്പടി ആര് ലംഘിക്കുന്നു അവർക്ക് ഈ മൃഗത്തിന്റെ ഗതി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടും, അവരെ മരിക്കും എന്നർത്ഥം. എന്നാൽ ദൈവവും അബ്രഹാമും തമ്മിലുള്ള ഉടമ്പടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, അബ്രഹാം ഇങ്ങനെ മൃഗത്തെ പുലർത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് ദൈവം വരുമ്പോൾ തോളോട് തോളിൽ നടക്കാമെന്ന് വിചാരിച്ച് അബ്രഹാം കാത്തിരിക്കുന്നുണ്ട്. കാരണം അന്നത്തെ വ്യവസ്ഥ അതാണ്, ഉടമ്പടിയുടെ വ്യവസ്ഥ അതാണ്. എന്നാൽ അബ്രഹാം ഒരു മയക്കത്തിലാകുകയും ദൈവം ഒരു അഗ്നിയായി, ഒരു തീപ്പന്തമായി പ്രത്യക്ഷപ്പെടുകയും ദൈവം മാത്രം ഈ പിളർപ്പുകളുടെ മധ്യത്തിലൂടെ കടന്നു പോവുകയും ചെയ്തു. ഓർമ്മ കാണും നിങ്ങൾക്ക്, ഞാൻ ചിന്തിക്കുന്നു. അതിന്റെ അർത്ഥം അബ്രഹാമിനത് പങ്കൊന്നുമില്ല. ദൈവം ഏകപക്ഷീയമായി ഉടമ്പടി ഉറപ്പിക്കുകയാണ് യഥാർത്ഥം. ഏകപക്ഷീയമായി ദൈവം ഉടമ്പടി. എന്ന് ഈ ഉടമ്പടിക്ക് ഇനി മാറ്റം വരുത്തുവാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവം അങ്ങനെ മാറ്റം വരുത്താൻ ദൈവം മരിക്കണം. ദൈവത്തിന് മരണമില്ല, ദൈവത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഈ ഉടമ്പടി ഒരു കാരണവശാലും ഒരു ഉടമ്പടിയും മാറ്റം ഉണ്ടാകില്ല. ഇതാണ് സൂസറിൻ ഉടമ്പടിയുടെ വ്യവസ്ഥ. ഈ വ്യവസ്ഥ അനുസരിച്ചാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ദൈവം നിർവചിച്ചത്, അല്ലെങ്കിൽ ദൈവം നമുക്ക് മനസ്സിലാക്കുവാൻ ദൈവം നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഉടമ്പടി വ്യവസ്ഥകൾ വന്നിട്ട് ഉള്ളത്.
അപ്പൊ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടി ആദ്യം പ്രഖ്യാപിക്കപ്പെടുന്നത് 12-ാം അധ്യായത്തിലാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അത് അബ്രഹാം എന്ന് പറയുന്നത് വ്യക്തിയും ദൈവവും തമ്മിലുള്ള ഉടമ്പടി ആണ് പ്രാഥമിക തലത്തിൽ. എന്നാൽ അതിന്റെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയും ദൈവവും തമ്മിലുള്ള ഉടമ്പടി ആയിരുന്നില്ല. അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയും അബ്രഹാമിന്റെ സന്തതി പരമ്പരകളും, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ദൈവം തെരഞ്ഞെടുക്കുകയും വീണ്ടെടുക്കപ്പെടുകയും ചെയ്യുന്ന സകല മനുഷ്യരും ദൈവവും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. അബ്രഹാമിലൂടെയാണ് ആ ഉടമ്പടി ചെയ്തത് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞല്ലോ. ഒരു ആശ്രിത രാജ്യവും ചക്രവർത്തിയും തമ്മിലാണ് ഉടമ്പടിയൊക്കെ തന്നെയും. ആശ്രിത രാജ്യത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ ഉടമ്പടിയുടെ ഭാഗമാണ്. അബ്രഹാമും ദൈവവും തമ്മിലാണ് ഉടമ്പടി ചെയ്തെങ്കിലും അബ്രഹാമിൽ അടങ്ങിയിരുന്ന അബ്രഹാമിന്റെ സന്തതികൾ, അബ്രഹാമിന്റെ ജഡപ്രകാരമുള്ള സന്തതികൾ, അബ്രഹാമിന്റെ ആത്മീയ സന്തതികൾ, ഇവരെല്ലാവരും ഉടമ്പടിയുടെ ഭാഗം ആയിരുന്നു. അപ്പം ഈ അബ്രഹാമിന്റെ ഉടമ്പടി വന്നപ്പോൾ ആദമിന്റെ ഉടമ്പടി റദ്ദാക്കപ്പെട്ടില്ല. കാരണം ആദമിന്റെ ഉടമ്പടി പ്രകാരമാണ് യേശുക്രിസ്തു ജനിക്കുന്നതും പിശാചിന്റെ തലയെ തകർക്കുന്നതും. നോഹയുടെ ഉടമ്പടി റദ്ദാക്കപ്പെട്ടില്ല. അത് കോമൺ ഗ്രേസ് ആണ്. ഇന്നും ആ ഉടമ്പടി നിലനിൽക്കുകയാണ്. അപ്പൊ ഉടമ്പടികളൊന്നും ദൈവം പറയുന്ന ഉടമ്പടിയും റദ്ദാക്കപ്പെടുന്നത് ഇല്ല. ഉൽപ്പത്തി പുസ്തകം 12:2-3 വാക്യത്തിലാണ് അബ്രഹാമുമായിട്ടുള്ള ഉടമ്പടി നമ്മൾ ആദ്യം കാണുന്നത്. വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കും. വാക്യമൊക്കെ നമുക്ക് നല്ലപോലെ അറിയാമല്ലോ. 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രഹാം പുറപ്പെട്ടു എന്നാണ്. എന്ന് പറഞ്ഞാൽ യഹോവ തന്നോട് കൽപ്പിച്ചതെല്ലാം അബ്രഹാം അംഗീകരിച്ചു, സമ്മതിച്ചു. എന്നിട്ട് അബ്രഹാം യാത്ര പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉടമ്പടി നിലവിൽ വന്നു. അവിടെ തന്നെ ഉടമ്പടി നിലവിൽ വന്നു. അബ്രഹാം അതിനെ സ്വീകരിച്ചു. അബ്രഹാം ഈ യാത്ര പുറപ്പെട്ടു. എന്തെല്ലാമാണ് ദൈവം അബ്രഹാമുടെ ഉടമ്പടിയിൽ പറഞ്ഞത് നമുക്ക് നോക്കാം. ഒന്ന്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അത് വലിയൊരു രാജ്യമോ ഒരു വലിയ ജനസമൂഹമോ ഒരു പ്രത്യേക വംശമോ ഒക്കെ ആയിരിക്കാം. അപ്പൊ അബ്രഹാമിനൊരു സന്തതി പോലും ഇല്ലാതിരിക്കുമ്പോൾ അബ്രഹാമിനോട് ദൈവം പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജനസമൂഹം ആക്കും, ഒരു സന്തതി പരമ്പരകൾ തന്നെ നിനക്ക് ജനിക്കുമെന്നാണ് ആ മർമ്മം. രണ്ടാമതായിട്ട് അവർ ഒരു രാജ്യമായി മാറണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ദേശം ലഭിക്കണം. അപ്പം സന്തതി പരമ്പരകൾ, അവർക്കൊരു ദേശം, അവർക്കൊരു വാഗ്ദത്ത ദേശം ലഭിക്കണം. അബ്രഹാം അപ്പോൾ ഒരു നാടോടിയായി അന്യരാജ്യങ്ങളിലൂടെ യാത്രകൾ പിടിക്കുകയാണ്. ആ സമയത്ത് ദൈവം പറയുന്നത് ഒരു ദേശം തരാം. മൂന്നാമതായിട്ട് പറഞ്ഞത് അവൻ അവിടെ ഒരു രാജ്യം സ്ഥാപിക്കും, ഒരു രാജ്യം ആ ദേശത്തെ അവൻ സ്ഥാപിക്കും. നാലാമതായിട്ട് ദൈവം പറഞ്ഞത് അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അവന്റെ പേർ വലുതാകും എന്ന് പറഞ്ഞു. അബ്രഹാമിനെ അനുഗ്രഹിച്ചു, അവന്റെ പേർ വലുതാകുമെന്ന് പറഞ്ഞു. ഇതിനോട് ചേർത്ത് നമുക്ക് വായിക്കാൻ പറ്റുന്ന മറ്റൊരു വാക്തത്വം കൂടിയുണ്ട്. നിന്നിൽ സകല ജാതികളും സകല മനുഷ്യരും സകല വംശവും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ ഞാൻ ഒരു പോയിന്റ് വിട്ടുപോയിട്ടുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞ കൂട്ടത്തില് ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ശമിക്കുന്നവരെ ഞാൻ ശമിക്കുമെന്ന് കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ഞാൻ അങ്ങ് വിടുകയാണ്. അത് ദൈവത്തിന്റെ സംരക്ഷണമാണ്. ദൈവം അബ്രഹാമിനെ സംരക്ഷിക്കാമെന്ന് പറയുന്ന അന്നത്തെ രീതിയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നെ ശമിക്കുന്നവരെ ഞാൻ ശമിക്കും, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞാൻ അവരെ ഉപദ്രവിക്കും. അത് ദൈവികമായ സംരക്ഷണം കൊടുക്കുകയാണ്. ദൈവം അബ്രഹാമിന് പറഞ്ഞ വാഗ്ദത്തത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അവനൊരു സന്തതി ഉണ്ടാവുമെന്നും അവന്റെ സന്തതി വർദ്ധിച്ചു വരുമെന്നും പറയുന്നുണ്ട്. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിന് വീണ്ടും പ്രത്യക്ഷമാകും. ഈ ഉടമ്പടി വീണ്ടും 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 ദൈവം ആവർത്തിച്ച് ഉറപ്പിക്കുക. അങ്ങനെ വീണ്ടും പ്രത്യക്ഷമായിട്ട് ദൈവം അവനെ കൂടാരത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഈ കനാദേശത്തിലേക്ക് വന്നു. കൂടാരത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് എണ്ണിത്തീരുവാൻ കഴിയാത്ത നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തു. നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ദൈവം പറഞ്ഞു, 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വാഗ്ദത്തം ദൈവം വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. ദൈവം പറഞ്ഞു, നിന്റെ സന്തതി ഇങ്ങനെ വർദ്ധിച്ചു വരും എന്നും അവനോട് കൽപ്പിച്ചു. നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിച്ചു വരുമെന്ന് പറഞ്ഞു. അവിടെയാണ് നമ്മൾ ആദ്യമായി വിശ്വാസത്താൽ നീതീകരണം എന്ന പ്രമാണം വായിക്കുന്നത്. അബ്രഹാം അത് വിശ്വസിച്ചു. ഏതാ വിശ്വസിച്ചത്? എന്റെ സന്തതികൾ നക്ഷത്രങ്ങളെ പോലെ വർദ്ധിച്ചു വരും എന്നത് അബ്രഹാം എന്ന ദൈവിക വാഗ്ദത്തം അബ്രഹാം വിശ്വസിച്ചു.
അത് പറഞ്ഞ ദൈവത്തിൽ അവൻ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. വാക്യം ഇങ്ങനെയാണ്, അവൻ യഹോവയെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ നീതിയായിട്ട് കണക്കിട്ടു. ഒരു സന്തതി പോലും ഇല്ലാത്ത അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നക്ഷത്രങ്ങളെ പോലെ സന്തതി ജനിക്കും. അത് അബ്രഹാം വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു. വിശ്വാസം മൂലമുള്ള നീതീകരണം അവിടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ സൂസറിന്റെ ഉടമ്പടിയിൽ നമ്മൾ 15-ാമത്തെ അധ്യായത്തിലെ ഉടമ്പടിയുടെ പ്രമാണങ്ങളും മൃഗങ്ങളെ കൊല്ലുന്നതും എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ഒരു ദേശത്തെ കുറിച്ച് പറഞ്ഞു, ദേശത്തിന്റെ വിശദാംശങ്ങൾ. അന്ന് യഹോവ അബ്രഹാമിനെ നിയമിച്ചു, നിന്റെ സന്തതിക്ക് മിസ്രയീം ദേശം തുടങ്ങി, മിസ്രയീം നദി തുടങ്ങി ഫ്രാത്ത് നദിയായ മഹാനദി വരെയുടെ ദേശത്തെ, പിന്നെ ദേശത്തിന്റെ ഒരു വലിയ വിവരണം പറയുന്നത്. ഇതെല്ലാം ഞാൻ നിനക്ക് തരും, ഒരു ഭൗതികമായ ദേശം നിനക്ക് തരും. അതിന്റെ അതിരുകളെല്ലാം ദൈവം പറഞ്ഞു. ഭൗതികമായ ദേശം, ഭൗതികമായ അതിരുകളെല്ലാം ദൈവം പറഞ്ഞു. അതെല്ലാം അബ്രഹാം തന്റെ ജീവിതത്തില് പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്തു. ഇനി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെ ദൈവം അബ്രഹാമിനോട് അവന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് ദൈവം ആവശ്യപ്പെടുന്നു. അങ്ങനെ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുവാനായിട്ട് അബ്രഹാം മോറിയ മലമുകളിലേക്ക് പോകുന്നു. നമുക്ക് ഈ ചരിത്രങ്ങളൊക്കെ അറിയാമല്ലോ. അവിടെ ചെന്ന് യാഗം കഴിക്കാൻ നേരം ദൈവം ഇടപെട്ടു. പിന്നെ ദൈവം ഒരു ആടിനെ ക്രമീകരിച്ചു കൊടുത്തു. അങ്ങനെ അബ്രഹാം ആടിനെ യാഗം കഴിച്ചു. അതിനുശേഷം ദൈവം അബ്രഹാമിനോട് പറയുകയാണ് 22-ന്റെ 17-18 വാക്യത്തിൽ, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. നിന്റെ സന്തതി ശത്രുക്കളുടെ പട്ടണങ്ങളെ കൈവശമാക്കും. നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം, ഈ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചിന്തിക്കുന്നു. അപ്പൊ സന്തതി എന്ന് പറയുന്നതിന് ഡെവലപ്മെന്റ് നിങ്ങൾ നോക്കണം. അബ്രഹാമിനെ 12-ാം അധ്യായത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു സന്തതിയെ തരാമെന്ന് പറഞ്ഞു. 15-ാം അധ്യായത്തിൽ വന്നപ്പോൾ വീണ്ടും ഇത് ഉറപ്പിച്ചു. എന്നിട്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമിനെ കൂടാരത്തിന് വെളിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതുപോലെ നിന്റെ സന്തതിയെ വർദ്ധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അബ്രഹാം അത് വിശ്വസിച്ചു. ആ വിശ്വാസം നീതിയായി കണക്കിട്ടു. എന്നിട്ട് 22-ാമത്തെ വാക്യത്തിലേക്ക് വരും, 22-ാം അധ്യായത്തിലേക്ക് വരും, പറയാണ്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെയാണ് പുതിയ സഭ അബ്രഹാമുമായിട്ട് ചേരുന്നത്. അപ്പൊ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമെന്ന് മാത്രമല്ല, ഭൂമിയിലുള്ള സകല ജാതികളും, സകല ജാതികൾ എന്ന് പറയുമ്പോൾ സകല വംശത്തിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും, ഭാഷയിൽ നിന്നും, ദേശത്തു നിന്നും ദൈവം വിളിച്ച് വേർതിരിച്ച് ചേർത്ത് വെക്കപ്പെടുന്ന സകലരും നീ മൂലം അനുഗ്രഹിക്കപ്പെടും. ഉൽപ്പത്തി 12:22 നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നതും നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നതും എന്നും പറഞ്ഞതും മാത്രമേ അബ്രഹാം ഭൗതികമായ ജീവിതത്തിൽ അനുഭവിക്കാതെ ഇരുന്നുള്ളൂ. അങ്ങനെ അബ്രഹാമിന് ദേശം കൊടുക്കാതെ പറഞ്ഞവന് ദേശം കിട്ടി, സന്തതി കൊടുക്കാതെ പറഞ്ഞവന് സന്തതി കിട്ടി, അവനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞവൻ മഹാസമ്പന്നനായിട്ട് മാറി, അവൻ അനുഗ്രഹത്തോട് ജീവിച്ചു. അവനെ അനുഗ്രഹിക്കുന്നവരെ അനുഗ്രഹിക്കും, ശപിക്കുന്നവരെ ശപിക്കുന്നു. ദൈവിക സംരക്ഷണം കൊടുക്കാതെ പറഞ്ഞു. അത് അബ്രഹാമിന്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചു. എന്നാൽ നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞ വാക്തത്വം, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ വാക്തത്വം, അത് അബ്രഹാമിന് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അത് ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു ആത്മീയമായ അനുഗ്രഹമായിരുന്നു. അതാണ് പുതിയ സഭ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. സമയം നീണ്ടു പോകുന്നു എന്ന് എനിക്കറിയാം. പെട്ടെന്ന് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നലെ നമ്മൾ പറഞ്ഞ കാര്യമുള്ള അബ്രഹാമിന്റെ വാക്തത്വങ്ങൾക്ക് 2 തലമുണ്ടെന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞു. ഇന്ന് ഞാൻ ഒത്തിരി ആവർത്തിച്ചതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒന്നെന്ന് പറയുന്നത് ഒരു ഭൗതികമായ തലമുണ്ട്, അത് അബ്രഹാമിന്റെ ജീവിതത്തിൽ അബ്രഹാം അനുഭവിച്ചു. രണ്ടാമതുള്ളത് പറയുന്നത് ഒരു ആത്മീയമായ തലമാണ്. ആത്മീയ തലം അബ്രഹാം തന്റെ ജീവിതത്തില് അനുഭവിച്ചില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇങ്ങനെ 2 തലം ഉണ്ടായിരുന്നു. ഈ 2 തലത്തെക്കുറിച്ചും അബ്രഹാമിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അബ്രഹാമിന്റെ ജീവിതത്തില്
ഇങ്ങനെ 2 തലം തന്റെ വാഗ്ദത്തത്തിനുണ്ട് എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് പറഞ്ഞു. എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അബ്രഹാം ഈ ഭൂമിയിൽ അന്യനും പരദേശിയും എന്നവളും ജീവിച്ചു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും ഒരിക്കലും മാറ്റമില്ലാത്തതും ഇളകാത്തതും നശിക്കാത്തതുമായ ദൈവരാജ്യത്തിനായിട്ട് അബ്രഹാം കാത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് അബ്രഹാമിന്റെ ജഡപ്രകാരമുള്ള സന്തതികളോട് മാത്രം ചെയ്ത ഉടമ്പടിയല്ല, അത് ഭാവിയിൽ വരാനിരിക്കുന്ന ആത്മീയമായ സന്തതികളുമായിട്ട് ചെയ്ത ഉടമ്പടിയാണ്. എന്നുവെച്ചാൽ അബ്രഹാമിന്റെ ഉടമ്പടി നിത്യമായ ഒരു ഉടമ്പടി കൂടിയായിരുന്നു. അതുകൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഇതങ്ങ് അവസാനിപ്പിക്കുക. ഉൽപ്പത്തി 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ദൈവമായിരിക്കേണ്ടതിന് ഞാൻ എനിക്കും നിനക്കും നിന്റെ ശേഷം തലമുറയായി നിന്റെ സന്തതിക്കും മധ്യേ എന്റെ നിയമത്തെ നിത്യ നിയമമായി സ്ഥാപിക്കും. നമ്മൾ മനസ്സിലാക്കണം, ദാവീദുമായിട്ടൊരു നിത്യ നിയമമുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാണ് നിത്യ നിയമമായി സ്ഥാപിക്കും. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അബ്രഹാമുമായിട്ടുള്ള ദൈവത്തിന്റെ ഉടമ്പടി അവസാനിക്കുന്നില്ല, റദ്ദാക്കപ്പെടുന്നില്ല, ക്യാൻസൽ ചെയ്യപ്പെടുന്നില്ല. അതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സഭ അബ്രഹാമിനോട് ചേരുന്നത് തന്നെ. യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ യോർദാൻ നദിയിലാണ് യോഹന്നാൻ സ്നാപകൻ സ്നാനപ്പെടുത്തുന്നത്. മത്തായി 3:9 യോഹന്നാൻ പറയുന്നത് ഇങ്ങനെയാണ്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തൂയരുത്. അവൻ സദൂക്യരോടും പരീശന്മാരോടുമാണ് ഇത് പറയുന്നത്. അബ്രഹാം നിങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ജീവിക്കരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യോഹന്നാൻ പറഞ്ഞ കല്ലേതാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? യോഹന്നാൻ സ്നാനപ്പെടുത്തിയത് യോർദാൻ നദിയിലാണ്. അത് വളരെ സിഗ്നിഫിക്കന്റ് ആയ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർക്ക, യോശുവയും ഇസ്രായേൽ ജനവും യോർദാൻ നദി കടന്നു വന്നപ്പോൾ, അവർ യോർദാൻ നദി കടന്ന് ഇക്കരെ കനാൻദേശത്തെത്തിയ സമയത്ത് യോശുവ ഗോത്രത്തെ തലവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ യോർദാൻ നദിയിൽ നിന്നും നിങ്ങൾ 12 കല്ലുകൾ എടുക്കണം. ഓരോ ഗോത്രത്തിന്റെയും എണ്ണം അനുസരിച്ച് ഓരോ കല്ലുകളായി 12 കല്ലുകൾ നിങ്ങൾ പറക്കിയെടുക്കണം. നിങ്ങളത് സൂക്ഷിക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി യോർദാൻ നദി 2ആയി പിളർന്നു തന്നു എന്നതിന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ സൂക്ഷിക്കണം. അതേ യോർദാൻ നദിയിൽ നിന്നുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്നും അബ്രഹാമിന്, ഏത് കല്ലുകളിൽ നിന്നാണ്? യോർദാൻ നദിയിലെ കല്ലുകളിൽ നിന്നും അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. ഇതുപോലെയാണ് ദൈവം പുതിയ സഭയെ ഉളവാക്കിയത്. ഇതുപോലെ അബ്രഹാമിന് മക്കളെ ഉളവാക്കിയതാണ് പുതിയ നിയമ സഭ എന്ന് പറയുന്നത്. ഈ കല്ലുകളിൽ നിന്നും, ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരിക്കലും ദൈവഭാഗത്തേക്ക് വരില്ല എന്ന് യഹൂദന്മാർ കരുതിയിരുന്ന, യഹൂദന്മാർ ചിന്തിച്ചിരുന്ന ജാതികളിൽ നിന്നുമാണ് ദൈവത്തിന് സന്തതികളെ ഉളവാക്കിയത്, പുതിയ സഭ ഉളവായത്. അപ്പൊ ഞാൻ ഇനി പെട്ടെന്ന് നിർത്തട്ടെ. പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ യഹൂദന്മാരുടെ ആരോപണങ്ങളെ തടുക്കാൻ വേണ്ടിയാണ് ലേഖനം എഴുതുന്നത് തന്നെ. യഹൂദന്മാർ പറയുന്ന പോലെ യഹൂദന്മാരുടെ ആചാരങ്ങളൊന്നും പാലിക്കണ്ട എന്ന് പൗലോസ് പറയുന്ന കൂട്ടത്തിൽ പറയാണ്, നമുക്ക് അബ്രഹാമുമായി ബന്ധമുണ്ട്, നമ്മൾ അബ്രഹാമിന്റെ സന്തതികളാണ്, വിശ്വാസമുള്ള നമ്മൾ അബ്രഹാമിന്റെ സന്തതികളാണ് എന്ന് പൗലോസ് പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ വായിച്ചു കഴിഞ്ഞു, മനസ്സിലാക്കി കഴിഞ്ഞു. അബ്രഹാമിന്റെ ഉടമ്പടി നിത്യമായ ഉടമ്പടിയാണ്. അത് നിത്യമായി നിലനിൽക്കുന്ന ഉടമ്പടിയാണ്. അവസാനം ഞാൻ ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. മോശയുടെ ഉടമ്പടി അബ്രഹാമിന്റെ ഉടമ്പടിക്ക് ഉള്ളിലാണ് വരുന്നത്. ദാവീദിന്റെ ഉടമ്പടി അബ്രഹാമിന്റെ ഉടമ്പടിക്കുള്ളിലാണ് വരുന്നത്. പുതിയ ഉടമ്പടി അബ്രഹാമിന്റെ ഉടമ്പടിക്കുള്ളിലാണ് വരുന്നത്. അബ്രഹാമിന്റെ ഉടമ്പടി അബ്രഹാം മുതൽ നിത്യത വരെ നിത്യമായി നിലനിൽക്കുന്ന ഉടമ്പടിയാണ്. അബ്രഹാമിന്റെ ഉടമ്പടി പ്രകാരമാണ് സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നത്. അബ്രഹാമിന്റെ ഉടമ്പടി പ്രകാരമാണ് അബ്രഹാമിന്റെ സന്തതി മുഖാന്തരം, യേശു ക്രിസ്തു മുഖാന്തരം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ അബ്രഹാമിന്റെ ഉടമ്പടിക്ക് കീഴിലാണ്. ഒരിക്കലും നമ്മൾ അബ്രഹാമിന്റെ ഉടമ്പടിക്ക് വെളിയിലേക്ക് പോകുന്നതേ ഇല്ല. അങ്ങനെ അബ്രഹാമിന്റെ ഉടമ്പടിക്ക് കീഴിലായതുകൊണ്ട്, ആ ഉടമ്പടി പ്രകാരം, ആ ഉടമ്പടിയുടെ ഭാഗമായതുകൊണ്ട് നമ്മൾ അബ്രഹാമിന്റെ സന്തതികളായി, അബ്രഹാമിന്റെ മക്കളായി, വിശ്വാസത്താൽ അബ്രഹാമിന്റെ മക്കളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവകാശികളാണ്. റോമർ 8:14 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നുവെന്നും നാം മക്കളെങ്കിലോ അവകാശികളും
ആകുന്നു എന്നും നമ്മൾ ക്രിസ്തുവിൽ കൂട്ടവകാശികളാവുന്നു എന്നും പറയുന്നു. അതേ പ്രമാണം ഉപയോഗിച്ച് തന്നെ നമ്മൾ അബ്രഹാമിന്റെ ഉടമ്പടിക്ക് കീഴിലാണ്. പുതിയ ഉടമ്പടിയോ അബ്രഹാമിന്റെ ഉടമ്പടിക്ക് കീഴിലാണ്. അബ്രഹാമിന്റെ ഉടമ്പടി വലിയൊരു കൊട പോലെ അബ്രഹാം മുതൽ നിത്യത വരെ നിൽക്കുന്ന ഉടമ്പടിയാണ്. അപ്പൊ ആ ഉടമ്പടിക്ക് കീഴിൽ ആയതുകൊണ്ട് അബ്രഹാമിന്റെ ഉടമ്പടിക്ക് നമ്മൾ അവകാശികളാണ്, അബ്രഹാമിന്റെ സന്തതികളാണ്, അബ്രഹാമിന്റെ അവകാശികളാണ്. ക്രിസ്തുവിന്റെ മുഖാന്തരം നമ്മള് അബ്രഹാമുമായി കൂട്ടവകാശികളായിട്ട് മാറിയിരിക്കുന്നു. വിശ്വസിക്കുന്ന എല്ലാവരും, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും ക്രിസ്തു മുഖാന്തരം അങ്ങനെ അബ്രഹാമിന്റെ ഉടമ്പടിയുടെ അവകാശികളായി, ക്രിസ്തു അബ്രഹാമിന്റെ സന്തതി പരമ്പര എന്ന നിലയിലും ക്രിസ്തുവുമായി നമ്മൾ ചേർന്നപ്പോൾ നമ്മൾ അബ്രഹാമിന്റെ സന്തതി പരമ്പരയായി മാറി എന്നതുകൊണ്ടും നമ്മളെ അബ്രഹാമിന്റെ മക്കളായി, ഉടമ്പടിക്ക് കൂട്ടവകാശികളായി, ഉടമ്പടി നമ്മുടെ അവകാശമായിട്ട് മാറി. അല്പം എളുപ്പത്തിലാണ് ഞാനിത് തീർത്തത് എന്ന് എനിക്കറിയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കാണും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുക. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ പറയാം, 9895524854. ഇതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ. ഇതിലേക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ഇട്ടാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നത്. എൻ്റെ സമയം അനുസരിച്ച് ആയിരിക്കുന്നുള്ളൂ മറുപടി തരുന്നതാണ്. എന്നെ ക്ഷണിച്ച് നിങ്ങൾക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ക്ലമൻസിന് പ്രത്യേകമായി നന്ദി ഞാൻ അറിയിക്കുന്നു. സഭയിലെ പാസ്റ്റർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കേട്ട എല്ലാവർക്കും ഞാൻ പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.